പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ കൂടി വരുവാൻ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ ദൈവമായ കർത്താവ് ആയുസ്സിനെയും ആരോഗ്യത്തെയും ശേഷിപ്പിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ അർഹതയില്ലാതിരുന്നിടത്ത്, യോഗ്യതയില്ലാതിരുന്നിടത്ത് ദൈവം യോഗ്യനാക്കി, അർഹനാക്കി, ദൈവത്തിൻ്റെ പദവിയിലാക്കി, ശ്രേഷ്ഠത തന്ന്, മാന്യത തന്ന് നമ്മളെ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വംശവും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമാക്കി തീർത്ത ദൈവസ്നേഹത്തിന്, ദൈവകൃപയ്ക്ക് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദിയും സ്നേഹവും ദൈവത്തിൻ്റെ കരയേറ്റിക്കൊണ്ട് പ്രാർത്ഥനയോടെ ഇന്ന് പ്രഭാതത്തിലെ ദൈവവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. വളരെ സുപരിചിതമായ വാക്കാണ്. ഇതെവിടെയാണെന്നോ ഏത് ഭാഗത്താണെന്നോ ഒന്നും അറിയാതെ പ്രാർത്ഥനയ്ക്കകത്തോ അല്ലെങ്കിൽ പ്രസംഗത്തിനകത്തോ ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ കേട്ട വചനം. എന്നാൽ ഈ വചനം യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഈ വ്യക്തി, അതായത് ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ സൈറസ്, കോരശ് എന്ന് പറയുന്ന ജാതീയ രാജാവ്, പേർഷ്യൻ രാജാവിനോട് ആ ആൾ ജനിക്കുന്നതിനും ഒരു 150 തുടങ്ങി 250 വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി വെച്ചിരുന്ന യെശയ്യാ പ്രവാചകനിലൂടെ എഴുതി വെച്ച ഒരു പ്രവാചക സന്ദേശമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ട വാക്ക്. പറയുന്ന കോരശ് എൻ്റെ ഇടയൻ, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കാൻ ഞാൻ അവന് അധികാരം കൊടുത്തിരിക്കുന്നു. ഈ കോരശിനെ കുറിച്ച് പറയുന്നു, കോരശ് എഴുന്നേൽക്കും, ഒരു ജാതീയ രാജാവ് എഴുന്നേൽക്കും. അതിനു മുമ്പുള്ള രാജവംശങ്ങളെ തകർത്ത് കളഞ്ഞ് രാജ്യഭാരം ഏറ്റെടുക്കും. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, ദൈവം നിയോഗിച്ചിരിക്കുന്ന മനുഷ്യൻ യാക്കോബിൻ നിമിത്തം നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ യാക്കോബ്, എൻ്റെ വൃതനായ ഇസ്രയേൽ നിമിത്തം. അത് ഇസ്രയേൽ ജനത്തിന് തകർന്നുപോയ കൂടാരം പുതുക്കി പണിയുവാൻ വേണ്ടി, ഒന്നുകൂടെ പണിയുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ നിയോഗിച്ചാക്കിയ ഒരു ജാതീയ രാജാവാണ് കോരശ് അല്ലെങ്കിൽ സൈറസ്. 44-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളും 45-ന്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങളും കോരശിനെ കുറിച്ച് മാത്രമാണ് പ്രഖ്യാപിക്കുന്നത്. ഈ കോരശിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കോരശ് ചരിത്രം പറയുന്നത്, കോരശ് ജനിച്ചത് കൊട്ടാരത്തിലാണെങ്കിലും വളർന്നത് കാട്ടിലാണ്. ചില കാലങ്ങൾ മനുഷ്യവാസമില്ലാതെ ഈ ചെറുക്കൻ വളർന്നു എന്നാണ് പറയപ്പെടുന്നത്, ചരിത്രം പറയുന്നത്. കാട്ടിൽ വളർന്ന ആ ചെറുക്കൻ പിന്നീട് രാജ്യഭാരം ഏറ്റ് രാജ്യത്തേക്ക് വരുമ്പോൾ നിയോഗത്താൽ അവൻ രാജകുടുംബത്തിൽ പെട്ടവനാണെന്ന് മനസ്സിലാക്കി. അവൻ മരിക്കാതിരിക്കാൻ, അല്ലെ കൊന്നുകളയാതിരിക്കാൻ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട് മടങ്ങി വരുമ്പോൾ അവൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം അവനെക്കുറിച്ച് എഴുതിയിരുന്നു, കോരശ് അല്ലെങ്കിൽ സൈറസ് എന്ന ജാതീയ പേർഷ്യൻ രാജാവിനെ കുറിച്ച്. ഈ രാജാവ് രാജ്യഭാരം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശ്രമകരമായ ജോലിയാണ്. കാരണം അധികാരം പോയവൻ, കാട്ടിൽ വളർന്നവൻ, സാഹചര്യം മുഴുവൻ എതിരായവൻ, സപ്പോർട്ട് ഇല്ലാത്തവൻ, അവൻ എങ്ങനെ ഒരു അധികാരം പിടിച്ചെടുക്കും? പക്ഷേ ദൈവം ഒരുവനെ കുറിച്ച് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് ഒരുവനെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് വ്യക്തമായ ഒരു ദർശനവും ഒരു പദ്ധതിയും ഉണ്ടെങ്കിൽ, കുഞ്ഞെ ഇന്ന് പ്രഭാതത്തിൽ നീ മനസ്സിലാക്കിക്കോ, നീ ജനിക്കുന്നതിന് മുമ്പേ ദൈവം നിനക്ക് നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ, അല്ല നിന്റെ ജീവിത യാത്രയ്ക്കകത്ത് ദൈവത്തിന്റെ നിയോഗവും ദൈവത്തിന്റെ വാക്തത്വവും ദൈവത്തിന്റെ ദർശനവും നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നീ പ്രാപിച്ച ദർശനത്തെയും നീ പ്രാപിച്ച വാക്തത്വത്തെയും നീ പ്രാപിച്ചിരിക്കുന്ന നിന്റെ നിയോഗത്തെയും തകർത്തു കളയുവാൻ പിശാചിനോ ഈ ലോകശക്തിക്കോ കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ നിയോഗം അതങ്ങനെ തന്നെ സംഭവിക്കും. ഈ ജാതീയ രാജാവായ ഈ കോരശിന് വേണ്ടി ഒരു നിയോഗം, ആ നിയോഗത്തിന്റെ ആഴത്തിലുള്ള ഒരു വാക്കാണ് നാം വായിച്ചു കേട്ട്, ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെടും, ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെട്ട് ഇരുമ്പോടാമ്പലുകളെ, ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയും.
ഇതൊരു 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 ശ്രമകരമായ ജോലിയാ, ഒരു ബുദ്ധിമുട്ട് പ്രയാസം നിറഞ്ഞ ജോലിയാ. ഒന്ന്, മുമ്പായി കടന്നുപോയിട്ട് ദുർഘടങ്ങളെ നിരപ്പാക്കും, എന്ന് പറഞ്ഞാൽ വഴി നിരയാക്കും. ഏത് ലക്ഷ്യസ്ഥാനത്താണോ എത്തിച്ചേരേണ്ടത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയുള്ള വഴി ദൈവം തന്റെ ദൂതന്മാരെ അയച്ച വഴി ദുർഘടങ്ങളെ നിരപ്പാക്കുമെന്ന്. ഒന്ന്, ഈ വചനം കേൾക്കുമ്പോൾ കുഞ്ഞെ, നിനക്കൊരു ലക്ഷ്യം ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ഉദ്ദേശം ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ലക്ഷ്യസ്ഥാനം ഡെസ്റ്റിനേഷൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഡെസ്റ്റിനേഷനിലേക്ക് നീ എത്തുന്നത് വരെ, നീ ആ പൊസിഷനിൽ എത്തുന്നത് വരെ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല, നല്ല ദുർഘടങ്ങൾ ഉണ്ടാവുകയില്ല. ദുർഘടങ്ങളെ നിരപ്പാക്കും ദൈവം തന്റെ ദൂതന്മാരെ അയച്ച്, അല്ലെങ്കിൽ ദൈവം നേരിട്ടിറങ്ങി വന്ന് നിനക്ക് മുമ്പിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കി നിനക്ക് വേണ്ടി പാതകളെ നേരെയാക്കും, നിന്റെ വഴി ക്ലിയർ ആക്കുമെന്ന്. മന്ത്രിമാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ വഴി ക്ലിയർ ആക്കുന്ന പോലെ നിന്റെ വഴി ക്ലിയർ ആക്കുമെന്ന്. രണ്ട്, താമ്രവാതിലുകളെ തകർത്ത്, ഈ താമ്രവാതിൽ എന്ന് പറയുമ്പോൾ പിച്ചള, ബ്രാസ്, ആ വാതിലുകൾ പൊട്ടിച്ചു കളയാൻ വലിയ പാടാ. ഇരുമ്പിനെ കണ്ണിച്ചു കളയാൻ, മറ്റു ലോഹങ്ങളെ വെള്ളിയൊക്കെയാണ് കണ്ണിച്ചു കളയാം. പക്ഷെ താമ്രം കൊണ്ട് വാതിലുണ്ടാക്കിയാൽ, പ്രത്യേകിച്ച് പഴയ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ വാതിലുകൾ ഉണ്ടാക്കുന്നത് താമ്രം കൊണ്ടാ. താമ്രം കൊണ്ട് വാതിലുണ്ടാക്കിയാൽ അത് പൊട്ടിപ്പോകത്തില്ല, പൊട്ടിച്ചു കളയാൻ ബുദ്ധിമുട്ടാ. ഈ അറക്കുന്ന അരം കൊണ്ടോ മറ്റ് കട്ടർ കൊണ്ടോ ഒക്കെ മുറിക്കണമെങ്കിൽ, ഇരുമ്പൊക്കെ ആണെങ്കിൽ ഇരുമ്പോ അല്ലെങ്കിൽ അലൂമിനിയോ മറ്റേ ഈ വെള്ളിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നടക്കും. പക്ഷേ താമ്രവാതിലുകളെ പൊട്ടിക്കാൻ ഇച്ചിരി പ്രയാസമാ. അതുകൊണ്ട് മിക്കവാറും വാതിലുകളൊക്കെ താമ്രവാതിലുകളാണ് ഉണ്ടാക്കുക. ഇനി താമ്രവാതിലുകൾ കഴിഞ്ഞ് അടുത്തൊരു കാര്യമാണ് പറയുന്നത്, ഇരുമ്പോടാമ്പലുകള്. ഈ മിക്ക കഥകൾ നോക്കി ഇരുമ്പിന്റെ ഓടാമ്പലാണ് ഉണ്ടാക്കുന്നത്. വാതിൽ താമ്രവും ഓടാമ്പൽ ഇരുമ്പുമായിരിക്കും. ഓടാമ്പൽ എന്ന് പറഞ്ഞാൽ ഈ പൂട്ടുണ്ടല്ലോ, ലോക്ക്, ആ സിലിണ്ടർ, ലോക്ക് സിലിണ്ടർ, അത് ഇരുമ്പിന്റെ ദണ്ടും ഇരുമ്പായിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം ഇരുമ്പ് അത്രയും കട്ടിയുള്ള ഇരുമ്പും താമ്രവാതിലും പൊട്ടിച്ചെടുക്കാൻ പ്രയാസമായതുകൊണ്ടാണ്. പക്ഷെ തമ്പുരാൻ ഇവിടെ പറയുക, ഞാൻ നിനക്ക് മുമ്പായി കടന്നു ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. ഒന്ന്. രണ്ട്, താമ്രവാതിലുകളെ കണ്ണിച്ച് തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയും. ഇത് ദൈവപദ്ധതിയാ. ദൈവത്തിന് മാത്രമേ ഇത് കഴിയുകയുള്ളൂ. ഒരിക്കൽ പത്രോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോൾ അവർ എഴുതിയിട്ടുണ്ട്, 1-ാം വാതിലും 2-ാം വാതിലും കടന്ന് പട്ടണത്തിലേക്ക് തുറക്കുന്ന ഒരു ഇരുമ്പുവാതിലുണ്ട്. അത് അവർക്ക് മുമ്പിൽ ദൂതൻ നടന്നപ്പോ തനിയെ തുറന്നു. ഇതുപോലെയാ ദൈവം തന്റെ ഭക്തന് മുമ്പിൽ, നിയോഗമുള്ളവന് മുമ്പില് ദൈവം തുറക്കുകയാ വാതില്. താമര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് നിനക്ക് വേണ്ടി ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു ദൈവകരമുണ്ടെന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കാമോ? നിന്റെ നിയോഗം അത് ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടിയുള്ള നിയോഗങ്ങൾ, നിനക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതികൾ, അത് തടയാൻ ഉലകത്തിലൊരു ശക്തിക്കോ പിശാചിനോ കഴിയുകയില്ല. കാരണം നിയോഗം തന്നവൻ ദൈവമാ. ദൈവം നിനക്ക് വേണ്ടി നിയോഗം തന്നെങ്കിൽ ദൈവം അത് പൂർത്തീകരിക്കും. ദൈവം നിനക്കൊരു വഴി, ഡെസ്റ്റിനേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ദൈവം ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. ദൈവം ഒരു പാത നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ എത്ര വഴി ദുർഘടങ്ങളും ബുദ്ധിമുട്ടുമുണ്ടെങ്കിലും അതിനെ ദൈവം നിരപ്പാക്കും. ഇന്ന് പ്രഭാതത്തിൽ നിന്ന് വിശ്വസിക്കട്ടെ, ദൈവം അതിനെ നേരെയാക്കും. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് കോരസിനോട് അരുളി ചെയ്ത് ആ വചനം ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾക്ക് മുമ്പുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കി താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കുന്ന ദൈവത്തിന്റെ അദൃശ്യമായ കരഞ്ഞങ്ങളോട് കൂടെയുണ്ടെന്ന്, ഞങ്ങൾക്ക് മുമ്പിലുള്ള യാത്രകളുടെ തടസ്സങ്ങളെ മാറ്റി, ഞങ്ങളുടെ ദർശനം പൂർത്തീകരിക്കുന്നതിന് മധ്യയുള്ള തടസ്സങ്ങളെ മാറ്റി, ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനിടയിലുള്ള കാറ്റിനെയും കടലിനെയും ഓളങ്ങളെയും ശാന്തമാക്കി ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൂടി നിറയ്ക്കും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേ ചിറകടിയിൽ നമ്മളെ മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.